നമസ്കാരം, ഏവർക്കും പൊളിറ്റിക്സ് കേരളയുടെ നവരാത്രി ആശംസകൾ. ഞാനിത് നിൽക്കുന്നത് പേട്ടയിലുള്ള മേലാങ്കോട് ശ്രീ യേശുക്കിയമ്മൻ ക്ഷേത്രത്തിന്റെ അടുത്ത് ഏറ്റവും വലിയ ബൊമ്മക്കുളു, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ബൊമ്മക്കുളു വച്ചിരിക്കുന്ന ശക്തികൃപയിലാണ്. നമുക്ക് ശക്തികൃപയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ശക്തികൃപയുടെ അകത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ധാരാളം ആളുകൾ ബൊമ്മക്കുലു കാണാനായി ശക്തികൃപയിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാരും വീഡിയോ എടുക്കുന്നതാണ് നമ്മളെ കാണുന്നത്. ധാരാളം ബൊമ്മക്കുലുകൾ ഇവിടെ അവർ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബൊമ്മക്കുലു പോലെ അകത്ത് ധാരാളം ബൊമ്മക്കുലുകളാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഒരു ആചാരമാണ്. നവരാത്രി ഉത്സവത്തിൽ വീടുകളിൽ പടിപ്പുര പോലുള്ള പടിക്കൽ ഒരുക്കി അതിനു മുകളിൽ ദേവീ ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും മനുഷ്യരുടെ ജീവിതങ്ങളുടെയും ബൊമ്മകൾ അഥവാ ഭാവങ്ങൾ നിർത്തിക്കാണിക്കുന്ന ആചാരമാണ് ബൊമ്മക്കുലു ആചാരം. ഇത് ശക്തി ദേവിയുടെ ആരാധനയോടും കലാഭക്തി സംസ്കാരത്തോടും ചേർന്നിരിക്കുന്നതാണ്. ബൊമ്മക്കുലുവിൽ സാധാരണയായി ഗണപതി, ലക്ഷ്മി, സരസ്വതി, ദുർഗ, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ വിഗ്രഹങ്ങളും കൂടാതെ സാംസ്കാരിക രംഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന കളിപ്പാവകളും അലങ്കരിക്കുന്നു. നമുക്ക് കൂടുതൽ വിഗ്രഹങ്ങൾ അവർ ഇവിടെ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 7000-ൽ പരം വിഗ്രഹങ്ങളാണ് ഇവിടെ നമുക്ക് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾ കാണുന്നതെല്ലാം അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാഴ്ചയാണ്. നമുക്കിനി കാഴ്ചകൾ ഒരുക്കി തന്ന ശക്തികൃപയിലെ ചേട്ടനുമായി സംസാരിക്കാം. ഞാനിന്ന് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുട്ടു വീരശൈവ എന്ന ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ബൊമ്മക്കുലു ഉള്ളത്. നമുക്കിപ്പോ ചേട്ടനിലേക്ക് പോവാം. ഇതെന്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കുലുവാണ്. നവരാത്രി ഏതാണ്ട് ഇന്ന് 9 ദിവസത്തോളമായി. ഇപ്രാവശ്യം നമുക്ക് 11 ദിവസത്തോളം നവരാത്രി ആഘോഷങ്ങളുണ്ട്. അതില് ഒരുപാട് ഈ നവരാത്രി 2025 നവരാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. ഒരു 100-150 ബൊമ്മകൾ മാത്രം ഉണ്ടായിരുന്ന ശക്തികൃപയില് ഇന്ന് 7400 ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെഗാ ഗുലു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഗുലു ഈ വർഷം വയ്ക്കാനും അത് എല്ലാവരും സന്ദർശകരെല്ലാം ഒത്തിരി ആളുകളാണ് വന്ന് കാണാനായിട്ട് സ്ഥിരമായിട്ട് വരുന്നത്. അതെല്ലാം ഒരുപാട് സന്തോഷമായിട്ട് ഈ നാളുകളിലൊക്കെ അത് ഞാൻ ഒരുപാട് ഒരു സ്വന്തമായിട്ട് തന്നെ എനിക്ക് അഭിമാനമുള്ള അളവിന് സന്തോഷമാണ് നവരാത്രി എന്നുള്ളത് തന്നെ. നവരാത്രി ഈസ് എനിക്ക് ശരിക്കും പറയും ഇമോഷനാണ്. അത് നവരാത്രി ഈസ് ആൻ ഇമോഷൻ എന്ന് ഞാൻ എപ്പോഴും അത് പറയുന്നത്. നമ്മുടെ ഒരു നവരാത്രി കാലഘട്ടം എന്ന് പറഞ്ഞിരുന്നാല് ഓരോന്നും അത് നമുക്ക് എവർഗ്രീൻ ആണ്. ചെറിയ വയസ്സിൽ തന്നെ നമ്മളിത് കണ്ട് വളർന്ന ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യ പ്രകാരമാണ് ഇപ്പോഴും നമ്മളത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. അത് ഫാമിലിയും എന്റെ അനിയന്മാരും എന്റെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ടാണ് ഈ നവരാത്രി ആഘോഷിക്കാറ്. ചേട്ടാ, ഇവിടെ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ ഈ ബൊമ്മക്കുലു? എന്റെ ഒരു 10 വയസ്സ് മുതൽ ഞാൻ ഗുലു ഒറ്റയ്ക്ക് വെച്ച് തുടങ്ങി. 27 വർഷമായിട്ട് ഞാൻ ഗുലു ഏറ്റെടുത്ത് നടത്തുന്നു. അതിനു മുന്നേ ആയിട്ട് ആച്ചിയായിരുന്നു. ആച്ചി എന്ന് പറഞ്ഞിരുന്നാല് എന്റെ അച്ഛന്റെ അമ്മ ആണ്, ഗോമതിയമ്മളാണ് ചെയ്തിരുന്നത്. അത് ഇത്രത്തോളം വലിയ ഗുലുവൊന്നും അല്ല, എന്നിരുന്നാലും നമുക്ക് വലുതായിരുന്നു. ഈ തെരുവിന് ഏറ്റവും വലിയ ഗുലു തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ. വളരെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാരമ്പര്യ സ്വത്തായിട്ട് എന്റെ ആച്ചിയൊക്കെ സമ്പാദിച്ചിരുന്നതാണ്. അപ്പൊ അതില് ആ ഒരു സമ്പാദ്യം നമുക്ക് എന്നും അത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് മന്ത്ലി ഞാൻ അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അത് കറുത്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്നത് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയ ഒരു ദൗത്യമാണ് അത്. ഇത് ഈ വർഷം വരെ 2025 വരെ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഇതൊന്നും ഞാൻ ഇത് പിത്തള കളക്ഷൻസ് എല്ലാം എന്റേതായിട്ടല്ല, എന്റെ ആച്ചി കളക്ട് ചെയ്ത് എനിക്ക് തന്നിട്ട് പോയതാണ്. അത് ഞാൻ ഒരു കാവൽക്കാരനെ പോലെ ഇന്നും സൂക്ഷിക്കുന്നു.
ഇത് ഈ നവരാത്രിക്ക് മാത്രമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എപ്പോഴും? അത് നവരാത്രിക്ക് മാത്രമാണ് ഇത് ഒരുക്കാറ്. നവരാത്രിക്കാണ് ഇത് ഇവിടെ ഉള്ള എല്ലാ കരകൗശല വസ്തുക്കളും വെച്ചിട്ട്. ഈ ബ്രാസ് ഗുലു എന്റെ ഒരു കളക്ഷനാണ്. അതിലെ വിഗ്രഹങ്ങള് നമ്മുടെ ഇല്ലായിരുന്നു. മൺഗുലു മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. നവരാത്രിയിൽ ഓരോ വർഷം ശക്തികൃപയിൽ വരുന്ന ഗുലു കാണാൻ വരുന്നവർക്കെല്ലാം അറിയാം. അത് ഓരോന്നും സംതിങ് ഡിഫറെന്റ്, പുതുമ എന്തായാലും കാണും. എന്താണ് ഇപ്രാവശ്യത്തെ പുതുമ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അതില് ഞാൻ ഈ വർഷം ഒരു 4 വർഷത്തെ എന്റെ ഒരു കളക്ഷനാണ് ഈ ബ്രാസ് ഗുലു എന്നുള്ളത്. അത് ഈ ബൊമ്മകളെല്ലാം എവിടുന്ന കൊണ്ടുവരുന്നത്? ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട്. നമ്മുടെ മധുരയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. വിളാച്ചേരി കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ചെന്നൈ മൈലാപ്പൂർ കപാലീശ്വരം കോവിൽ സ്ട്രീറ്റില്, പിന്നെ വന്നിട്ട് കാഞ്ചീപുരം, തഞ്ചാവൂർ, വിരുദാചലം, കടലൂർ, പോണ്ടിച്ചേരി. അതെല്ലാം ഇത് എവിടെയൊക്കെ മാനുഫാക്ചറിങ് ഉണ്ടോ അവിടെ എല്ലാം ഞാൻ പോയി കളക്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാല് കസ്റ്റമൈസ് ചെയ്യുന്ന ഗുലു, എല്ലാ വീട്ടിലെ ഗുലുവിനെയും കാട്ടി വ്യത്യസ്തമായിട്ടുള്ള ബൊമ്മക്കുലു ആയിരിക്കണം എന്റെ വീട്ടിൽ എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുണ്ട്. ചേട്ടാ, അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടന്റെ ഇത് ബൊമ്മക്കുലു എല്ലാം എല്ലാരും കാണാൻ ഞാൻ ആശംസിക്കുന്നു.